കഴിഞ്ഞ മാസം അസുഖം വന്നപ്പം എൻ്റെ എത്ര രൂപയാണ് നിനക്ക് വേണ്ടി ചെലവാക്കിയെന്ന് വല്ലതും അറിയാമോ? അതൊക്കെ പോട്ട്. ഇപ്പോഴത്തെ പിണ്ണാക്കിൻ്റെ വില അറിയാമോ? തവിടിൻ്റെ വില അറിയാമോ? നന്ദി കാണിക്കണ്ട. അതനുസരിച്ച് നിനക്ക് ഇങ്ങോട്ട് തന്നാൽ എന്താണ്? 1 ലിറ്റർ കൂടെ കൂട്ടി തന്നു വെച്ച് നിനക്ക് നഷ്ടവും സംഭവിക്കാനൊന്നുമില്ലല്ലോ. മഴയായാലും വെയിലായാലും നിനക്ക് തരുന്ന പുല്ലിന് ഞാൻ എന്തെങ്കിലും കുറവ് വരുത്താറുണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തത്? മിണ്ടാ ഒക്കത്തില്ല. അതുകൊണ്ടാണ് അതിനെ മിണ്ടാപ്രാണെന്ന് വിളിക്കുന്നത്. ആ, നീ വന്നാ നല്ല തടിച്ച് കൊഴുത്ത് വയ്ക്കണല്ലോ. ഇപ്പം എന്തോന്ന് കൊടുക്കണേ? സാധാരണ കൊടുക്കണം. നിനക്ക് വായും വെച്ചുകൊണ്ട് മിണ്ടായിരിക്കാൻ പറ്റുമോ? കന്നും നല്ല സ്മാർട്ടായി കേട്ടോ. അന്ന് കണ്ട പോലല്ല. നിന്റെ തലയിൽ എന്ത് പറ്റിയത്? തലയിൽ പാറു ചവിട്ടിയത്. ആറ്റിൻകരയുള്ള പാറുവാ? അവളൊന്നുമല്ല, ഇത് പാറു പശു. ആ, ഇരുന്ന് കറന്നപ്പോഴത്തേക്ക് മാറിപ്പോയി. നോക്കിയിരുന്ന് വായി നോക്കായിരുന്നു കറക്കണം. ബാക്കില്ല ചെന്ന് പിടിച്ചാൽ ഇതുപോലെ കിട്ടും. ഇന്നലെ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. എത്ര ലിറ്റർ പാല് കറക്കും ഇപ്പോഴാ? ഇപ്പൊ രാവിലെ 10, ഉച്ചയ്ക്ക് 5, വൈകുന്നേരം ഇരുന്ന് കറക്കും. അധികം കാണൂല എങ്ങനെയാണെങ്കിൽ. നീ ജോലിക്കൊന്നും പോണില്ലേ? ഇല്ല. എന്ത്? പാല് മുട്ട് ഭയങ്കര വേദന, നീര്. ഇന്നലെ വേറെ എന്തായിരുന്നല്ലോ? ഇന്നലെ ഏതാണ്ട് രാവിലെ കൈ ഇങ്ങനെ ഒന്ന് തിരിഞ്ഞ്. നാളെ എന്തോന്നു? നാളെ ചിലപ്പോൾ തലവേദന വരുമെന്ന് തോന്നുന്നു. നീ എന്തായാലും വന്നതല്ലേ? അതുകൊണ്ട് അവിടെ കിടക്കണില്ല. ആ ചാണകം എവിടെ കിടക്കണം? ഇതോ അങ്ങറ്റത്ത്. അങ്ങ് പോണോ? ആ, അത് വാരി അങ്ങോട്ട് മാറ്റിയിടും. പച്ച ഉണക്കേ? പച്ച. ഉച്ചയ്ക്ക് ഉണ്ണാനേ മീനുണ്ടോ? മീനൊന്നുമില്ല. മീനില്ലേ? എന്നാൽ എൻ്റെ പട്ടി വാരും ചാണം. മുണ്ടുമുറുക്കി വേണമെങ്കിലേ പട്ടിണി കിടക്കും. അടിമപ്പണി എന്നെ കിട്ടൂല. എടാ പോയി അധ്വാനിക്കടാ. പോയി കറക്കടാ. രാവിലെ കയറി വരും. ഓ, അധികം കാണൂല പശു. മീന് ഞാൻ നാളെ ഉണ്ടാക്കി വെക്കാം. മീന് ഉണ്ടാക്കി വെച്ചാൽ കഴിക്കാൻ വേണ്ടി. ഓ, ഇവിടെ കിടന്ന് വിളിക്കല്ലേ പശു ചാവുമ്പോ. അയ്യോ പൊത്തോന്നു. നീ ഇത് കഴിക്ക്. ഇവിടെ ഇത് കഴിക്കടി. ഒന്നുമില്ല, നിന്നൊന്ന് കാണാ. ഇതെന്താടാ ഇത്? ഇത് കടലാസ്. ഇത് കടലാസ്? എടാ, നിനക്ക് ലോൺ എടുക്കാൻ വേണ്ടി സാലറി സർട്ടിഫിക്കറ്റ് തന്ന എന്നോട് തന്നെ വേണോ ഈ ചതി? ചതിയോ? ഞാൻ ബാങ്കിൽ കാശ് അടച്ചാണല്ലോ. നീ ഏത് ബാങ്കിൽ പോയി പൈസ അടച്ചു? ബാങ്കിൽ പൈസ അടച്ചെങ്കിൽ പിന്നെ അവരെന്തിനാ എനിക്ക് നോട്ടീസ് അയക്കുന്നത്? അയ്യോ, എന്റെ പാറ് സത്യമായിട്ട് ഞാൻ അടച്ച്. നീ എന്നെ കോടതി കയറ്റാനാണോ നിന്റെ ഉദ്ദേശം? നിന്റെ ആണകളൊക്കെ ഞാൻ ഒരുപാട് കേട്ടതാണ്. ഇനി നീ അതിനോട് വേണ്ട. ഇത് പിടിക്കടി. ഇനി നീ പശുവിനെ കൊടുക്കണ്ട കേട്ടാ. ഇനി നിനക്ക് പശുവിന്റെ പരിപാടി. അവളെ അഴിക്കല്ലേ, അവള് കുത്തും. അവളെ കുത്തി ഞാൻ സഹിച്ചു. കണ്ടോ? അഴിക്കല്ലേ. നീ പോയിട്ട് ആ ടെമ്പോ ഡ്രൈവറെ വിളിച്ചോണ്ട് വരിക രാജുവിനെ. എന്ത് വേണ്ടാന്ന് പിന്നെ പശുവിനെ കൊണ്ടുപോണ്ടേ? ചേട്ടാ, ഇതിനെ കൊണ്ടുപോയി മുതലാവണ കാശൊന്നും അല്ല ഇതിൽ എഴുതിയിരിക്കണത്. എന്തൊരു പൈസ അടയ്ക്കാൻ പറയും. നീ ആ പൈസ അടയ്ക്കോ? അയ്യോ, ഞാൻ പൈസ അടച്ചു. നിങ്ങൾക്ക് രണ്ടുപേരും രാവിലെ ഇത് എന്തിന്റെ സൂക്കേട് നിന്റെ? എടാ, മുഖത്ത് താടി മീശയും വെച്ച് ആണാന്നും പറഞ്ഞ് നടന്നാ പോരാ. മര്യാദക്ക് ജോലി ചെയ്ത് ജീവിക്ക്. അതിനാ പഠിക്കണ്ടത് കേട്ടോ. മര്യാദക്ക് എന്റെ പൈസ നീ അടച്ചില്ലെങ്കിൽ നിന്നെ കുത്തി കയറിക്കള ഞാൻ. ഒരു രജിസ്റ്ററുണ്ട്. കണ്ടാ ഇപ്പൊ കണ്ടാ? അത് ബാങ്ക് എന്നുള്ള നോട്ടീസ് ആവും. ബാഗ് ഒപ്പിട്ടിടാ. പൊട്ടിക്കടോ. പൊട്ടിച്ചല്ല? ആ, പൊട്ടിച്ച് നോക്ക്. അയ്യോ, ആ ഇതാ കണ്ടാ? പൈസ അടയ്ക്കാതെ തന്നെ നോട്ടീസാണ്. അപ്പം പൈസ അടച്ചെങ്കിൽ ഈ നോട്ടീസ് ഇവിടെ വരുമോ? അയ്യോ, സത്യമായിട്ട് ഞാൻ അടച്ചതാണ്. അദാലത്തിൽ കൊണ്ടുപോയി കാശ് അടച്ചതിന്റെ റെസിപ്റ്റ് എന്റെ ഉണ്ട്. എന്നത് പോയി എടുത്തിട്ട് വേണം. നമുക്ക് ബാങ്ക് കൊണ്ടുപോയി കാണിക്കാം. നീ ഇതായിട്ട് വീട്ടിൽ പോകോ. ഞാൻ ബാങ്ക് പോയിട്ട് വരാം. ഇതും കൂടി വെച്ചോ? വേണ്ട, അത് കൂടി വെക്കാം.